അപ്പോൾ എവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ടുഡേ ഫാമിലാണ്. അപ്പോൾ ടുഡേ ഫാമിൽ ഇപ്പോൾ ഞാൻ റാമ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അല്ല, ഇത് നമ്മുടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഈ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ മുകളിലാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിന്റെ പേര് ടുഡേ ഫാം എന്നാണ്. ആടിന്റെ ഫാമാണത്. അതായത് ആടിന്റെ സ്ലോട്ടറിംഗ് യൂണിറ്റ്സും അതുപോലെ തന്നെ മീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓൾ കേരള ഉണ്ട്. ടോപ്പ് 10 കേരളത്തിലൊരു ടോപ്പ് 10 ഫാമിൽ പെടുന്നതാണ്. ആട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗോഡ് ഫാം ആണ്. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട് ഫാമിൻ്റെ കാര്യങ്ങളും, അതൊക്കെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് എബവ് എർത്താണ് ചെയ്യുന്നത്. അതായത് ഭൂമിയുടെ മുകളിലാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുന്നത്. ഇത്ര നാൾ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ഭൂമിയുടെ അടിയിൽ നമ്മൾ ബയോഗ്യാസ് ചെയ്യുന്നതാണ്. ഇവിടെ കുഴിക്കുമ്പോൾ വെള്ളം വരുന്നതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളിൽ, അതായത് ഭൂമിയുടെ താഴെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ബദലായിട്ടാണ് നമ്മൾ ഭൂമിയുടെ മുകളിൽ ചെയ്യുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഫണൽ ഷേപ്പ് സ്ട്രക്ചർ ഒരടിയോ 2 അടി താഴ്ത്തിയിട്ടാണ് ആ ഫണൽ ഷേപ്പ് സ്ട്രക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്കവേറ്റ് ചെയ്തിട്ട് ആ കുഴി അതിനെ ഫണൽ ഷേപ്പ് സ്ട്രക്ചർ ആക്കിയിട്ട് അതിനുശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ മെഷ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളെ ഡൂം കൺസ്ട്രക്ഷൻ, ഗ്യാസിൻ്റെ ഡൂമിൻ്റെ കൺസ്ട്രക്ഷൻ പ്ലസ് ഡൈജസ്റ്റർ, അതാണ് ആ ഫുൾ സ്പിയർ ഷേപ്പിലിരിക്കുന്നത്, ഗ്ലോബ് ഷേപ്പിലിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ലറി ടാങ്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ബെഡ് കെട്ടുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ ബെഡ് കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലറി ടാങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻലെറ്റിൻ്റെ അവിടെയും മണ്ണ് ഫില്ല് ചെയ്തിട്ട് സ്ലറി ടാങ്ക് ചെയ്യും. ഇതിൻ്റെ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു ഔട്ടർ വോൾ കാണാം. അത് ഫുള്ളായിട്ട് മണ്ണ് ഫില്ല് ചെയ്യും. ഈ മണ്ണ് ഫില്ല് ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാങ്കിൽ വരുന്ന പ്രഷർ ബിൽഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ടാങ്ക് ക്രാക്ക് ആവാതിരിക്കാനും ഉള്ളിലേക്ക് പ്രഷർ വരാതിരിക്കാനാണ് മണൽ ഫില്ല് ചെയ്യുന്നത്. ഭൂമിയുടെ അടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ ഒരു കവറുണ്ട്, പക്ഷേ ഇതിനത് കവറില്ല. അതിനാണ് നമ്മൾ ഔട്ടർ വോൾ കെട്ടിയിട്ട് മണ്ണുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പം എന്തായാലും അതിൻ്റെ ടാങ്കിൽ നമ്മൾ ആടിൻ്റെ സ്ലോട്ടറിങ് വേസ്റ്റുകളാണ് ഇടുന്നത്. നമുക്കിതിൽ 300-350 കിലോ വരെ നമുക്ക് ഡെയിലി ഫീഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ബർണറിലേക്ക് നമുക്ക് ഒരു 12-13 മണിക്കൂർ കത്തിക്കുള്ള ഗ്യാസ് കിട്ടും, സാധാരണ ബർണർ. ഇപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗ്യാസ് കൺസംഷൻ അവിടെ ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ റാമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. റാമ്പ് അവർക്ക് അവിടെ നിന്ന് സ്ലോട്ടറിങ് യൂണിറ്റിൽ നിന്ന് യർബാനയിൽ അല്ലെങ്കിൽ ഉന്തുവണ്ടിയിൽ ഈ വേസ്റ്റ് കൊണ്ട് അതിലേക്ക് തട്ടാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ആ റാമ്പ് ചെയ്തിട്ടുള്ളത്. അത്രയും 2 മീറ്റർ ഹൈറ്റിലാണ് പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ഇടുന്നത് ഒരു ചടങ്ങാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റാമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ അടിയിൽ ചെയ്യുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. ഭൂമിയുടെ മുകളിലായതുകൊണ്ടാണ് നമ്മൾ ആ റാമ്പ് എക്സ്ട്രാ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹൈപ്പർ ലാപ്സ് ആയിരുന്നു, കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ് ആണ്. ലൈനിങ് നമ്മൾ 3 കണക്ഷനായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് ഇവരുടെ ഇവരുടെ കിച്ചൺ ഏരിയ ഉണ്ട്. കിച്ചൺ ഏരിയയിൽ നമ്മൾ 2 ബേണറാണ് കൊടുക്കുന്നത്. ഒന്ന് നോർമൽ ബേണറും പിന്നെ ക്യാൻറ്റീൻ ബർണറുമാണ്. അതിനുശേഷം ആടുകൾക്ക് വേണ്ടുന്ന തീറ്റ അല്ലെങ്കിൽ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹോളുണ്ട്. അവിടേക്കാണ് നമ്മൾ വേറെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടോട്ടലി 4-5 ബേണറിൻ്റെ കണക്ഷനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഉണ്ട്, അതായത് അത് കത്തുന്ന വീഡിയോയും കൂടി ഉണ്ട്. അതും കൂടി കാണണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും പ്ലാന്റുകൾ ഫാമുകളിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഏത് സ്ഥലമായിക്കോട്ടെ നമുക്ക് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ധൈര്യമായി. നമ്മൾ 25 വർഷം വാറണ്ടിയോട് കൂടിയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഞങ്ങൾ 2-3 ആളുകളെ ഇപ്പോൾ ആവശ്യം അർജൻറ്റായിട്ട് ഒരാളെയാണ് ഞങ്ങൾ തേടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ജോലി ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈസ് അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് മെയിൽ അയക്കാം താല്പര്യമുള്ളവർക്ക്. അതും മെയിൽ ID നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൽ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.